റവ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഇത്തിരി റവ കേസരി കഴിക്കണമെന്ന്. എന്നാൽ അതങ്ങോട്ട് നടന്നോട്ടെ എന്ന് കരുതി അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നട്ട്സ് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് കളർ മാറി വരുന്ന നട്ട്സ് ഒന്ന് കോരി മാറ്റി അതേ നെയ്യിൽ കുറച്ച് റവ നന്നായിട്ടൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. കളർ മാറുമ്പോഴേക്കും വേറെ ഒരു പാത്രത്തിലേക്ക് റവ മാറ്റി റവയുടെ കണക്കിനനുസരിച്ചുള്ള വെള്ളം അതേ പാനിലൊഴിച്ച് 2-3 ഏലക്കായും കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞളും ആവശ്യത്തിന് പഞ്ചസാരയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കണം. മഞ്ഞളിന് പകരം വേണമെങ്കിൽ ഫുഡ് കളറോ അതല്ലെങ്കിൽ കുങ്കുമപ്പൂവോ ഒക്കെ നമുക്ക് ചേർക്കാം. നമ്മളത്ര കോസ്റ്റ്ലി അല്ലാത്തതുകൊണ്ട് തനി നാടൻ ഫുഡ് കളറായിട്ടുള്ള മഞ്ഞൾ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും റവ കുറച്ചായിട്ട് അങ്ങോട്ട് തട്ടിയിട്ട് ഇളക്കണം. കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും തട്ടിയിട്ട് കൂട്ടി ഇളക്കി വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് ചെറു ചൂടോടെ തന്നെ ഒരു പാത്രത്തിൽ വെച്ച് ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ചൂടോടെ വേണമെങ്കിൽ അങ്ങനെയോ, ഇനി അതല്ലെങ്കിൽ നന്നായിട്ട് തണുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയോ കഴിക്കാം. തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഈ കേസരി 2 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേടാകാതിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.